ആരോഗ്യമേഖലയിലെ കേരള മോഡൽ ലോകമാകെ അംഗീകരിച്ചതാണ്. എന്നാൽ ആ കേരള മോഡൽ UDF ഗവൺമെന്റ് കൈവിടുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഈ 35 ദിവസത്തെ ഇടപെടലുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. LDF ഭരണകാലത്ത് അന്നത്തെ വടകര MP കൂടിയായ ഇന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഒരു പ്രസംഗം ഇങ്ങനെയായിരുന്നു സർ. എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. നിപ്പ പോലെ ഇതുവരെ കേൾക്കാത്ത രോഗങ്ങൾ കേരളത്തിൽ ബാധിക്കുന്നു. വവ്വാലാണത്രേ അത് പരത്തുന്നത്. K കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഭരിച്ചപ്പോൾ നാട്ടിൽ വവ്വാൽ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ വവ്വാൽ രോഗം പരത്താൻ കാരണം ഭരിക്കുന്നവർ ശരിയല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ഞങ്ങൾ ഈ കാഴ്ചപ്പാടുള്ളവരല്ല സർ. സർ, പകർച്ചവ്യാധികൾ കേരളത്തിൽ പടരുന്നതിന്റെ കാരണം അത് ആര് ഭരിക്കുന്നു എന്നുള്ളത് നോക്കിയല്ല, എന്നാൽ അവ തടയുന്നതിൽ സർക്കാരിന്റെ കാഴ്ചപ്പാട് എന്ത് എന്നുള്ളതാണ് സർ പ്രധാന പ്രശ്നം. പിന്നെ സാർ, ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണ വീട്ടലുമായിരുന്നു സാർ ആരോഗ്യവകുപ്പുണ്ടായ ഏതൊരു പ്രശ്നം എന്ന് പറയുന്നത്. ചില ഉദ്യോഗസ്ഥന്മാർ ഭരണം മാറിയതറിയാതെ കഴിഞ്ഞ സർക്കാരിനോട് കൂറ് കാണിക്കുന്ന ചില പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ അവരിന്ന് കസാല മാറ്റിയിരുത്തിയിട്ടേ ഉള്ളൂ സാർ. മറ്റൊരു കുഴപ്പമില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നേരത്തെ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു. ശരിയാണ് സാർ. സാധാരണ അങ്ങക്ക് അറിയാലോ, ഫെബ്രുവരി മാസം തൊട്ടല്ലേ സാർ ഇതിനെക്കുറിച്ചുള്ള മുൻകരുതലൊക്കെ തുടങ്ങേണ്ടത്. ഫെബ്രുവരിയിൽ ആരാ? ഞാനായിരുന്നു മന്ത്രി. ഫെബ്രുവരി മുതൽ ഒന്നും നടത്തിയില്ല സാർ. ഒരു രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തിയില്ല. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ഒന്നും നടത്തിയില്ല. ഇതെല്ലാം കഴിഞ്ഞ മെയ് മാസത്തിൽ ഞങ്ങളൊക്കെ ചാർജ് എടുത്തപ്പോഴാണ് ഈ രോഗം അപ്പോഴേക്കും വ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ ആ വ്യാപനത്തിന് ഒരു പരിധി വരെ തടയാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. 16ാം കേരള നിയമസഭയുടെ ആദ്യ ബഡ്ജറ്റ് സമ്മേളനത്തിൻ്റെ 2ാം ദിവസം പ്രതിപക്ഷ നിര നിയമസഭയിലേക്ക് എത്തിയത് കൃത്യമായിട്ടുള്ള ചില കണക്കുകൂട്ടലുകളുമായിട്ടായിരുന്നു. സർക്കാരിനെ പ്രതിരോധത്തിലാക്കുവാൻ വേണ്ടി ആരോഗ്യരംഗത്തെ കെടുകാര്യസ്ഥതയാണ് അവർ ഇന്ന് സഭയിൽ ഉയർത്തിയത്. കേരളത്തിൽ അനുദിനം പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണെന്നും ആരോഗ്യ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നും പ്രതിപക്ഷം ആരോപിക്കുകയുണ്ടായി. ആരോഗ്യമേഖലയിലെ എല്ലാ തകർച്ചയ്ക്കും കാരണക്കാർ അധികാരത്തിലേറി കേവലം 1 മാസം പൂർത്തിയാക്കിയ UDF സർക്കാരാണ് എന്ന് സ്ഥാപിക്കുവാനുള്ള ഒരു വ്യഗ്രതയാണ് ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് നിയമസഭയിൽ കാണുവാൻ കഴിഞ്ഞത്. ഈ വിഷയം സഭ നിർത്തിവെച്ച് അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു അടിയന്തര പ്രമേയവും പ്രതിപക്ഷം അവതരിപ്പിക്കുകയുണ്ടായി. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിട്ടുള്ള പിണറായി വിജയൻ്റെ മരുമകനും ബേപ്പൂർ MLAയും മുൻ മന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ മുഹമ്മദ് റിയാസാണ് ഇത്തരത്തിലൊരു പ്രമേയം പ്രതിപക്ഷ നിരയ്ക്ക് വേണ്ടി സഭയിൽ അവതരിപ്പിച്ചത്. മുൻപേ എഴുതിക്കൂട്ടി തയ്യാറാക്കിക്കൊണ്ടുവന്ന പ്രസംഗം 15 മിനിറ്റോളമാണ് റിയാസ് നിയമസഭയിൽ വായിച്ചത്. റിയാസ് നിയമസഭയിൽ കത്തിക്കേറി എന്നെല്ലാം പറഞ്ഞ് ഇടതു പ്രൊഫൈലുകൾ ഈ പ്രസംഗത്തിൻ്റെ ചില ഭാഗങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ പ്രസംഗ വീഡിയോ പൂർണ്ണമായി കണ്ടാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എഴുതിക്കൊണ്ടുവന്ന ചില കാര്യങ്ങൾ തപ്പിത്തറഞ്ഞ് വായിക്കുന്ന ഒരു പരാജിതനായിട്ടുള്ള മുൻ മന്ത്രിയെയാണ് റിയാസിൽ കാണുവാൻ കഴിയുന്നത് എന്നതാണ്. ഏതൊക്കെയാണെങ്കിലും പിണറായി വിജയൻ്റെ മരുമകനെ ആളാക്കുവാനായി അവതരിപ്പിച്ച ഈ അടിയന്തര പ്രമേയം ഇടതുമുന്നണിക്കും CPMനും കനത്ത തിരിച്ചടിയായി എന്ന കാര്യത്തിലും തർക്കമില്ല. അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുവാൻ എഴുന്നേറ്റത് ആരോഗ്യമന്ത്രിയായിട്ടുള്ള K മുരളീധരനായിരുന്നു. റിയാസ് 15 മിനിറ്റോളം പറഞ്ഞ കാര്യങ്ങൾക്ക് കേവലം 5 മിനിറ്റ് കൊണ്ട് കുറുക്കുകൊള്ളുന്ന മറുപടി മുരളീധരൻ നൽകിയതോടുകൂടി പ്രതിപക്ഷ നിരയുടെ വായടഞ്ഞു എന്നതാണ് സത്യം. തൻ്റെ മരുമകൻ്റെ ദയനീയ പ്രകടനം കണ്ട പിണറായി വിജയന് തല കുനിച്ചിരിക്കുന്ന ഗതികേടും നിയമസഭയിൽ ഇന്ന് ഉണ്ടായി. ഏതൊക്കെയാണെങ്കിലും മുഹമ്മദ് റിയാസിൻ്റെയും K മുരളീധരൻ്റെയും പ്രകടനങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ ഉൾപ്പെടുന്ന വീഡിയോ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ആരോഗ്യമേഖലയിലെ കേരള മോഡൽ ലോകമാകെ അംഗീകരിച്ചതാണ്. എന്നാൽ ആ കേരള മോഡൽ UDF ഗവൺമെന്റ് കൈവിടുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഈ 35 ദിവസത്തെ ഇടപെടലുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത് അനുവദിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയാൻ ഞാൻ ആദ്യമേ ആഗ്രഹിക്കുകയാണ്. അത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല, കേരളത്തിലെ 100% വരുന്ന ജനങ്ങളും ആഗ്രഹിക്കുന്നതാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി എബോളയെക്കുറിച്ച് പറഞ്ഞു. ഇനി മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ എബോളയുണ്ട് എന്ന് പറയുമോ എന്നുള്ളതാണ് എൻ്റെ ഭയം എന്നുള്ളത് ഞാൻ ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. ഈ 35 ദിവസത്തെ അനുഭവം അതാണ് സാർ. സർ, പകർച്ചവ്യാധികൾ കേരളത്തിൽ പടരുന്നതിൻ്റെ കാരണം അത്
ആര് ഭരിക്കുന്നു എന്നുള്ളത് നോക്കിയല്ല. എന്നാൽ അവ തടയുന്നതിൽ സർക്കാരിന്റെ കാഴ്ചപ്പാട് എന്ത് എന്നുള്ളതാണ് സാർ പ്രധാന പ്രശ്നം. സാർ, ഇവിടെ 2021 ഡിസംബർ 28 LDF ഭരണകാലത്ത് അന്നത്തെ വടകര MP കൂടിയായ ഇന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഒരു പ്രസംഗം ഇങ്ങനെയായിരുന്നു സാർ. എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. നിപ്പ പോലെ ഇതുവരെ കേൾക്കാത്ത രോഗങ്ങൾ കേരളത്തിൽ ബാധിക്കുന്നു. വവ്വാലാണത്രേ അത് പരത്തുന്നത്. കെ കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഭരിച്ചപ്പോൾ നാട്ടിൽ വവ്വാൽ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ വവ്വാൽ രോഗം പരത്താൻ കാരണം ഭരിക്കുന്നവർ ശരിയല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ഞങ്ങൾ ഈ കാഴ്ചപ്പാടുള്ളവരല്ല സാർ. വ്യക്തിപരമായി മന്ത്രിയെയോ മുഖ്യമന്ത്രിയെയോ ഈ വിഷയത്തിൽ അധിക്ഷേപിക്കാൻ ഞങ്ങളില്ല. അത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ സംസ്കാരമല്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. സാർ, പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ പോലും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും സർക്കാർ ഒളിച്ചോടുകയാണ്. നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോഴിക്കോട് ഉൾപ്പെടെ മലബാറിൽ 4 ജില്ലകളിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർമാരില്ല സാർ. ഇത് ഞാൻ പറയുമ്പോൾ കൈയടിക്കാൻ ട്രഷറി ബെഞ്ചിലുള്ള മലബാറിലെ MLA-മാർക്ക് മടിയുണ്ടെങ്കിലും അവരുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് കൈയടിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് സാർ. ഞാൻ ഉറപ്പായി കരുതുന്നു സാർ. സാർ, മഴക്കാലത്തിന് മുമ്പ് സ്വീകരിക്കേണ്ട മുൻകരുതലുകളും ശുചീകരണ പ്രവർത്തനങ്ങളും കൃത്യമായി നടപ്പാക്കിയിരുന്നെങ്കിൽ ഇന്നത്തെ സ്ഥിതി ഇത്ര ഗുരുതരമാകുമായിരുന്നില്ല എന്നുള്ളത് നമുക്കറിയില്ല സാർ. നിപ്പ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് 5ാമത്തെ ദിവസമാണ് സാർ മരുന്ന് എത്തിക്കുന്നത്. 5ാമത്തെ ദിവസം സാർ. ആ മരുന്ന് മറ്റൊരു രോഗത്തിന് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ അതിന്റെ പ്രതിരോധം സംസ്ഥാനത്ത് നേരത്തെ നടത്തിയിരുന്നെങ്കിൽ ഈ മരുന്ന് നേരത്തെ തന്നെ 10 ദിവസം മുമ്പ് വാങ്ങിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു സാർ. അതിന് യാതൊരുവിധ പരിശ്രമവും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഇവിടെ വിഷയം കേരള മോഡൽ വിടപ്പെടുന്നു എന്നുള്ളതാണ് സാർ. ഇവിടെ വിഷയം രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ പങ്കാളികളാക്കുന്ന സമീപനം ഇല്ലാതായി എന്നുള്ളതാണ് സാർ. സാർ, ഇവിടെ വിഷയം ജനപ്രതിനിധികളെ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നുള്ളതാണ് സാർ. സാർ, ഇവിടെ വിഷയം രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഉദ്യോഗസ്ഥ കേന്ദ്രീകൃതമായി മാറി എന്നുള്ളത് സാർ. ട്രഷറി ബെഞ്ചിൽ 101 ആളുണ്ട് എന്നുള്ളത് കൊണ്ട് രാഷ്ട്രീയത്തിൽ 35 101-നേക്കാൾ നിയമസഭയിൽ വലുതാണെന്ന് തെളിയിക്കുന്ന നാളുകളാണ് ഈ സഭയിൽ വരാൻ വേണ്ടി പോകുന്നത് സാർ. അതുകൊണ്ട് ഇത് ഗൗരവമേറിയ വിഷയമാണ്. ഇത് ഗൗരവമേറിയ വിഷയമായി കണ്ടുകൊണ്ട് പകർച്ചവ്യാധി നിയന്ത്രിക്കുന്നതിൽ ഈ സർക്കാർ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രി. സാർ, ഇവിടെ ഈ പറയുന്നത്ര യാതൊരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷവും കേരളത്തിലില്ല, ആരോഗ്യവകുപ്പിലും ഇല്ല. പിന്നെ സാർ, ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണ വീട്ടലുമായിരുന്നു സാർ ആരോഗ്യവകുപ്പുണ്ടായ ഏതൊരു പ്രശ്നം എന്ന് പറയുന്നത്. എന്നാൽ ഈ സർക്കാർ വന്നതിന് ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അത് ഉടനെ തന്നെ അന്വേഷിച്ച് അതിന് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നിപ ആണ് ഇവിടെ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. സാർ, നിപ ബാധിച്ച് കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ എത്ര പേര് കേരളത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് സാർ? ഈ സർക്കാരിൻ്റെ കാലത്ത് ഞാൻ അധികാരത്തിൽ വന്നതിന് ശേഷം ആകെ ഒരു കേസാണ് റിപ്പോർട്ട് ചെയ്തത്. ചില ഉദ്യോഗസ്ഥന്മാർ ഭരണം മാറിയത് അറിയാതെ കഴിഞ്ഞ സർക്കാരിനോട് കൂറ് കാണിക്കുന്ന ചില പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ അവരിന്ന് കസാല മാറ്റിയിരുത്തിയിട്ടേ ഉള്ളൂ സാർ. മറ്റൊരു കുഴപ്പമുണ്ടായിട്ടില്ല സാർ. ഈ നിപ രോഗിക്ക് ആദ്യ ദിവസം തന്നെ കഴിഞ്ഞ 10-ാം തീയതിയാണ് രോഗിയെ അഡ്മിറ്റാക്കുന്നത്. ആദ്യ ദിവസം തന്നെ ചികിത്സാ മരുന്നുകളായ മോണോക്ലോണൽ ആൻറ്റിബോഡി, അതും റിബാവിറിനും, ഈ 2 മരുന്നുകൾ അന്ന് തന്നെ കൊടുത്തു. പിന്നെയുള്ളത് ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് റെംഡിസിവിർ എന്ന മരുന്നാണ്. അത് സാർ, അങ്ങയുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ്, അങ്ങ് മന്ത്രിയായ ആ മന്ത്രിസഭയുടെ കാലം തൊട്ട് ഈ മരുന്ന് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടില്ല സാർ. 24 മണിക്കൂറിനുള്ളിൽ 10-ാം തീയതി റിപ്പോർട്ട് ചെയ്തു. 24 മണിക്കൂറിനുള്ളിൽ ബഹറിൽ നിന്ന് ഡൽഹി വഴി ആ മരുന്ന് കണ്ണൂരിലെത്തിച്ച് അന്ന് രാത്രി തന്നെ രോഗിക്ക് ആദ്യ ഡോസ് കൊടുത്തു. ഒരു സത്യം അദ്ദേഹം പറഞ്ഞു നേരത്തെ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു. ശരിയാണ് സാർ. സാധാരണ അങ്ങക്ക് അറിയാലോ, ഫെബ്രുവരി മാസം തൊട്ടല്ലേ സാർ ഇതിനെക്കുറിച്ചുള്ള മുൻകരുതലൊക്കെ തുടങ്ങേണ്ടത്? ഫെബ്രുവരിയിൽ ഞാനായിരുന്നു മന്ത്രി. ഫെബ്രുവരി മുതൽ ഒന്നും നടത്തിയില്ല സാർ. ഒരു രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തിയില്ല. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ഒന്നും നടത്തിയില്ല. ഇതെല്ലാം കഴിഞ്ഞ മെയ് മാസത്തിൽ ഞങ്ങളൊക്കെ ചാർജ് എടുത്തപ്പോഴാണ് ഈ രോഗം അപ്പോഴേക്കും വ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ
ആ വ്യാപനത്തിന് ഒരു പരിധി വരെ തടയാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും രസകരമായൊരു കാര്യം, മുമ്പ് 4/6/2018 അന്ന് ശ്രീ അനൂപ് ജേക്കബിൻ്റെ ചോദ്യം ഉണ്ടായിരുന്നു. നിപ വൈറസ് ബാധ മൂലം ഈ വർഷം എത്ര പേർ മരണപ്പെട്ടു, എത്ര പേർ ഗുരുതരാവസ്ഥയിലാണെന്ന് അറിയാമോ? നിപ വൈറസ് ബാധ മൂലം ഈ വർഷം സംസ്ഥാനത്ത് 16 പേർ മരണപ്പെട്ടിട്ടുണ്ട്. 2 പേർ ചികിത്സയിലാണ്. എന്നിട്ടാണ് സാർ ഒരു രോഗി, വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗി കാരണം ഇവിടെ എല്ലാ നിപ വ്യാപിച്ചു എന്നുള്ള ദുഷ്പ്രചരണം ഇവിടെ നടത്തുന്നു സാർ. മാത്രമല്ല, സർക്കാരിനോട് കൂറില്ലാത്ത ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ കസാല മാറ്റിയിരുത്താൻ മാത്രമേ ചെയ്യുള്ളൂ. അത് ഭാവിയിലും ഉണ്ടാവും. കാരണം സിസ്റ്റത്തിനോട് സഹകരിക്കണം സാർ. ഈ തകർന്നു കിടന്നൊരു സിസ്റ്റം, 10 വർഷമായിട്ട് തകർന്നു കിടന്ന സിസ്റ്റത്തിനെയാണ് ഞങ്ങൾ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ശക്തനായിട്ടൊരു മുഖ്യമന്ത്രി ഇവിടെയുണ്ട്. അദ്ദേഹത്തിനെ സഹായിക്കാൻ അത്ര ശക്തമൊന്നും അല്ലെങ്കിലും ആരോഗ്യമന്ത്രിയെ പോലത്തെ മന്ത്രിമാർ ഈ സംസ്ഥാനത്തുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സാർ, ഇത് അടിയന്തരമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ഇപ്പോൾ നിലവിലില്ല.